നല്ലോണം തോല് കറുത്ത പഴയല്ലേ ആരും ഒഴിവാക്കണ്ട കേട്ടോ ഇനി. ഇപ്പൊ അതായത് കുറച്ച് കൂടുതൽ തോലിന് കറുപ്പായി, കാരണം ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് നല്ല പഴുത്തലിയുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ ഫ്രിഡ്ജിക്ക് കയറ്റി വെച്ചു, ആരും പഴം തിന്നാത്തതുകൊണ്ട്. അപ്പോൾ ഉള്ളിലുള്ള സംഭവത്തിനൊന്നും പറ്റിയിട്ടില്ല, പഴുപ്പലിഞ്ഞിട്ടൊന്നുമില്ല പഴുത്തിട്ട്. അപ്പൊ ഏതായാലും ഞാനിപ്പോ ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് വൈകുന്നേരം ചായക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ ഈ ഒരു 2 പഴവും നമ്മൾ നല്ലോണം ആദ്യം ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് പഞ്ചസാരയും, നല്ല മധുരം ഇട്ട പഴം. അപ്പോൾ ഒരുപാട് പഞ്ചസാര ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഇപ്പൊ ഒരുപാട് നല്ല കട്ടിയുള്ള മധുരമുള്ള പലഹാരമല്ല അത് കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഏലക്കായ 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് മധുരത്തിലുള്ള പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നുകിൽ ഏലക്കായ അല്ലെങ്കിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കും അല്ലേ. ഇപ്പൊ ഇത് അവിടെ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കൂല. ഇനി നമുക്കിത് നല്ലൊരു മാവാക്കി എടുക്കാൻ പോവാണ്. ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം തിക്കാക്കി എടുക്കണം. നമ്മൾ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇങ്ങനെ ചാടി വീണ ഒരു ഒലിച്ച് ചാടുന്നതല്ല, ഒരു നല്ലോണം ഇങ്ങനെ അത് പിന്നെ ഉറ്റി വീഴണം, മുറിഞ്ഞങ്ങോട്ട് വീഴണം, അതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തിക്കാക്കിയിട്ട് നമ്മൾ ആക്കിയെടുക്കുക. കുറച്ച് കുറച്ച് മൈദ ഇട്ട് കൊടുത്താൽ മതി, എന്നിട്ട് പിന്നെ അങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ലോണം നമുക്ക് നല്ല ഇത് പുള്ളി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്പം ഉപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമുക്ക് ഈ ഒരു മാവ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കണ്ടോ, പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് ഉണ്ട പോലെ ആയിട്ട് വീഴുന്നുണ്ടല്ലേ. ആ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പലഹാരമായി കിട്ടിയിട്ടുണ്ട് ഇതാ. കുറച്ച് നേരം ഒന്ന് ഒരു ഭാഗം വെന്തായാലും നമുക്ക് ഒരു ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സൂപ്പറാണല്ലോ അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ എന്നും ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെ കഴിക്കണ്ടല്ലോ. അപ്പം നമ്മളടുത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പമുണ്ടല്ലോ നമുക്ക് കളയാനോ വലിച്ചെറിയാനോ. അപ്പം അതിനൊന്നും നിൽക്കണ്ട. അപ്പം ഏതായാലും നമുക്ക് ഇവിടെ നല്ലൊരു സ്നാക്ക് കിട്ടി. അപ്പം എല്ലാവരും ചിലരൊക്കെ ഉണ്ടാക്കി നോക്കണുണ്ടാവും അല്ലേ. അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ മുറിച്ച് ഇത് കഴിക്കുമ്പോൾ ഒക്കെ നല്ല ആരായിട്ട്, ഉള്ളൊക്കെ നല്ല ആരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കിയാൽ ഇതാ വെന്തണെന്നുള്ളതിൻ്റെ ഒരു ഉള്ളു വേവാഞ്ഞാൽ പിന്നെ ഒന്നും കൊള്ളൂല അല്ലേ. അപ്പം നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.